ഹലോ. അങ്ങനെ ഞങ്ങൾ സരസ്മേള കാണാൻ വന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ചാലിശ്ശേരി തന്നെയാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോയി കാണാനൊക്കെ ആയിട്ട്. പിന്നെ നവ്യ ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞ ദിവസമാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നവ്യ ചേച്ചീനെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വന്നത്. പക്ഷേ കണ്ടില്ലേ, തിരക്ക്, ഇത്രയും ആൾക്കാരെ ഉന്തിത്തള്ളി നമ്മളതിൻ്റെ ഇടയിൽ പോയി നവ്യ ചേച്ചി കാണാനൊന്നും എളുപ്പമല്ല. ഞങ്ങൾ ദൂരെ നിന്ന് ഒരു നോട്ടം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ നവ്യ ചേച്ചിയെ കണ്ടത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഞങ്ങളുടെ ലതമ്മായും അച്ഛമാമയും എല്ലാവരും അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഹാപ്പിയായി. നമ്മളെല്ലാ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇതാണ് സരസ്മേള എന്ന് എഴുതിയിട്ടുള്ള വലിയ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളും അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക്. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉന്തി തള്ളി കയറുന്നില്ലല്ലോ. അപ്പോൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ അതിൻ്റെ അകത്തേക്ക് എത്തി. ഇതാ കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ, ചിരട്ട വെച്ചുണ്ടാക്കിയിട്ടുള്ള ഓരോരോ ഉപകരണങ്ങൾ, ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, ഇതേപോലെ നെറ്റിപ്പട്ടങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനും അവിടെ നിന്ന് ഒരുപാട് നേരം കാണാനൊക്കെയാണ് തോന്നുക. പക്ഷേ ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കാരണം അത്രയും ജനങ്ങളല്ലേ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് പൊടിയുടെ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആൾക്കാർ അത്രയും അടിച്ചു കയറി ഇതിനുള്ളിലേക്ക് വന്നിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരിതൊക്കെ തോന്നും. എന്നിരുന്നാൽ പോലും ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയിട്ടോ. അപ്പോൾ ഒരുപാട് കാണാനായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവിടെയുള്ള എക്സിബിഷൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത്. കുറേ ഉണ്ട്, കഴിക്കാനുള്ളതും ഇടാനുള്ളതും, മാലയും വളയും കമ്മലുകളും പല പല കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. റേറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊന്നും വാങ്ങാനായിട്ട് നിന്നില്ല. കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. ഉള്ളിലൊക്കെ ഒരുപാട് നേരം നടന്ന് കണ്ടു. അതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. സ്നാക്സ് ഉണ്ട്. അതേമാതിരി തന്നെ ഈ പറയുന്ന കണ്ടില്ലേ, അച്ചാറുകളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ടൈപ്പ് ഓഫ് അച്ചാറുകളും ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കാപ്പിപ്പൊടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെയാണ് അവർ നമ്മളോട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ബാഗുകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. ജാതിക്ക, പെരുംജീരകം, അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഐറ്റംസാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത്. ഇത് വേറെ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ബോട്ടിലാക്കിയിട്ട്. ഇത് വേറെ കുറേ സ്നാക്സാണ്. ഇങ്ങനെ ഒരുപാട് കണ്ടു കേട്ടോ.
ഇവിടെ എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ, പാമ്പിനെ എനിക്ക് പണ്ടേ പേടിയാണ്. ഒരുവിധം എല്ലാത്തിനും പേടിയാണ്, കൂട്ടത്തിൽ പാമ്പിന് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പാമ്പിനെ തൊടാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നമ്മളെ ദേവൂട്ടനും തൊട്ടു കേട്ടോ. ദേവൂട്ടനും പേടിയില്ല, ചേച്ചിക്കും പേടിയില്ല, രണ്ടാളും ഹാപ്പി. കണ്ടില്ലേ, പിന്നീട് കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവിടെ വെച്ച് ഞാൻ ഏട്ടനെ കണ്ടു കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ടായി. ഏട്ടൻ വരുന്നില്ല പറഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷെ വന്നു. അപ്പോൾ മാമേനെയും ഏട്ടനെയും ലാലുവിനെയൊക്കെ കണ്ടു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. വണ്ടി കിട്ടാണ്ട് കുറച്ച് നേരം നിന്നെങ്കിലും പിന്നീട് വണ്ടിയൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ബൈ.